എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. വർഷങ്ങളായിട്ട് ഞാൻ ടൊയോട്ടയുടെ വണ്ടികളാണ് യൂസ് ചെയ്യുന്നത്. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു 2012 ടൊയോട്ട ലിവ എന്ന് പറയുന്ന വണ്ടി ആദ്യമായി ഇറക്കിയ സമയത്ത് തൊട്ടാണ് ഞാൻ ബേസിക്കലി നമ്മൾ ടൊയോട്ട വണ്ടികൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ ഈ ടൈസർ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ AT ട്രാൻസ്മിഷനാണ്. ഇതിന് ഓവർടേക്കിംഗ് വളരെ ഈസിയാണ്. സിറ്റി റൈഡും ഭയങ്കര കംഫർട്ടബിൾ ആണ് ടൈസറിൽ. സിറ്റിയിൽ നമുക്ക് ഏകദേശം ഒരു 11 to 12 കിലോമീറ്ററാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത്. ലോങ് ഡ്രൈവ് ഞാൻ ബേസിക്കലി 15 to 16 കിലോമീറ്റർ മൈലേജ് എനിക്ക് കിട്ടാറുണ്ട്. ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് പ്രത്യേകിച്ച് തീരെ ലൈറ്റാണ്. കാരണം ടർബോ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സിറ്റിയിലായാലും ചെറിയൊരു സ്പേസ് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഓവർടേക്ക് ചെയ്ത് കയറണമെന്നുണ്ടെങ്കിൽ ടർബോ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ പാഡിൽ ഷിഫ്റ്റ് എല്ലാം ഉണ്ട്. സ്റ്റീപ്പ് കയറ്റവോ വല്ലതും വന്നാൽ പോലും പെട്ടെന്ന് നമുക്ക് ഈവൻ പവർ ഇച്ചിരി ഒന്ന് കൂട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പാഡിൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഗിയറിലേക്ക് മാറ്റി സ്മൂത്തായിട്ട് കയറി പോവുകയും ചെയ്യാം. 360 ക്യാമറ വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിൽ വെച്ചിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാം. ആ സ്പീഡ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നെക്സ്റ്റ് ബ്രേക്കിംഗ് വരെ അല്ലെങ്കിൽ ആക്സിലറേറ്ററിൽ കാല് വെക്കുന്നിടം വരെ ക്രൂയിസ് കൺട്രോൾ സെയിം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പിന്നെ നൈറ്റ് ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ മിററിൻ്റെ വളരെ യൂസ്ഫുൾ ആണ്. പുറത്തു നിന്നുള്ള ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളുടെ ലൈറ്റ്, പവർഫുൾ ലൈറ്റ് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓണും ഓഫും ചെയ്യാം. ഹെഡ്സപ്പ് ഡിസ്പ്ലേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഐ കോൺടാക്റ്റ് നേരെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് കൺസോളിൽ വരുന്ന അതേ കാര്യങ്ങൾ നമുക്ക് ഹെഡ്സപ്പ് ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നാവിഗേഷൻ വല്ലതും ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് ഈ ഹെഡ്സപ്പ് ഡിസ്പ്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ ബേസിക്കലി 5 പേരാണ് ഇതിനകത്ത് ട്രാവൽ ചെയ്യാറുള്ള. 5 പേരായിട്ട് പോകുമ്പോഴും നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം ബാക്കിൽ ഇതിൻ്റെ ലെഗ് റൂം സ്പേസും നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ബൂട്ട് സ്പേസും ആവശ്യത്തിനുണ്ട്. അവരുടെ സർവീസും അവരുടെ ട്രീറ്റ്മെൻറ്റും ഈ പറഞ്ഞാൽ തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ തൊട്ട് കൃത്യമായിട്ട് നമ്മളെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ അവർ പറയും ഇന്ന സമയത്ത് വണ്ടി ഡെലിവറി എടുത്താൽ ഇന്ന സമയത്ത് അത് തിരിച്ച് ഡെലിവറി ചെയ്യും എന്നുള്ള സർവീസ് കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിപ്പോൺ ടൊയോട്ടയുടെ സർവീസ് എന്ന് പറയുന്നത് അപ് ടു 10 out of 10 വേണമെങ്കിൽ പറയാം. ഫുൾ ടാങ്ക് അടിച്ച് എനിക്ക് ട്രിവാൻഡ്രം പോയി തിരിച്ചെത്താം. സർവീസിൻ്റെ ഏരിയ ആയാലും സർവീസ് കോസ്റ്റ് ആയാലും നമുക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ ടൊയോട്ട ആസ് എ ബ്രാൻഡ് ഓൾസോ വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ്.